ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധീകരണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കാലഘട്ടമാണല്ലോ ഈ നോമ്പ് കാലഘട്ടം. ഇത് നമ്മുടെ ആത്മാവിനെ സ്വർഗീയ തുല്യമാക്കാനുള്ള സുവർണ അവസരമാണ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ മാറേണ്ടത് ഞാനാണ്, മാറ്റപ്പെടേണ്ടത് എന്നിലെ അഹമാണ്. മത്സ്യങ്ങൾക്കും മാംസങ്ങൾക്കും എടുക്കുന്ന പരിത്യാഗം പോലെ തന്നെ എന്നിലെ മനുഷ്യത്വത്തിന് നിരക്കാത്തതായ കാര്യങ്ങളെല്ലാം മാറ്റിയെടുക്കപ്പെടണം. അതായിരിക്കണം എൻ്റെ പരിത്യാഗം. ദൈവപുത്രനായിരുന്നിട്ടും മനുഷ്യനായി അവതരിക്കുവാൻ നല്ല തമ്പുരാൻ കാണിച്ച സ്നേഹത്തിൻ്റെ, അവിടുന്ന് എനിക്കായി ഏറ്റെടുത്ത പീഡകളുടെ, എനിക്കായി നേടിയെടുത്ത രക്ഷയുടെ മഹത്വമാണ് ഞാൻ ധ്യാനിക്കേണ്ടത്. ആ തിരുമുറിവുകൾ ധ്യാനിക്കുമ്പോൾ എൻ്റെ വേദനകൾ എത്ര നിസ്സാരമാണെന്ന് ഞാൻ തിരിച്ചറിയും. പ്രിയപ്പെട്ടവരെ, തിരുസഭ ഈ വർഷം വിശുദ്ധ ഫ്രാൻസിസിൻ്റെ വർഷമായി ആചരിക്കുകയാണല്ലോ. വിശുദ്ധ ഫ്രാൻസിസും ക്രൂശിതനായ ഈശോയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ചിത്രം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. ഫ്രാൻസിസിനെ പുണരാനായി കുരിശിലെ തറയ്ക്കപ്പെട്ട കൈകൾ താഴേക്ക് നീട്ടി ഫ്രാൻസിസിനെ ആഞ്ഞു പുൽകുന്ന ഈശോയുടെ ചിത്രം. ഇത് വിശുദ്ധ ഫ്രാൻസിസും ക്രൂശിതനായ ഈശോയും തമ്മിലുള്ള അഗാധമായ സ്നേഹത്തിൻ്റെ അടയാളമായി നമുക്ക് കാണാം. അതെ, ദരിദ്രനും വിനീതനും ക്രൂശിതനുമായ യേശുവിനെ ഏറ്റവും അടുത്ത് അനുകരിക്കുവാനും അവിടുന്നുമായി താതാത്മ്യം പ്രാപിക്കുവാനും ഏറ്റവും ഉത്കടമായി ദാഹിച്ച വിശുദ്ധനായതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഫ്രാൻസിസിനെ ദ്വിതീയ ക്രിസ്തു എന്ന അപരനാമത്തിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്നത്. വിശുദ്ധരെല്ലാം ക്രൂശിതനായ ഈശോയെ ഒത്തിരിയേറെ സ്നേഹിച്ചവരാണ്. ഇതുപോലെ ക്രൂശിതനായ ഈശോയെ സ്നേഹിച്ച് ഈശോയുടെ 5 തിരുമുറിവുകൾ തൻ്റെ ഹൃദയത്തിലും ശരീരത്തിലും മനസ്സിലും ഏറ്റുവാങ്ങി പഞ്ചക്ഷതധാരിയായി തീർന്ന വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസിസി, 2026 പ്രത്യേക മധ്യസ്ഥൻ. ഇപ്രകാരം ഈ നോമ്പ് കാലഘട്ടത്തിൽ ഞാൻ വിശുദ്ധിയോടെ ജീവിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ ഞാൻ പോലും അറിയാതെ എന്നിലെ ഞാൻ മാറ്റപ്പെടും. എൻ്റെ സങ്കടങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും, എൻ്റെ പരിഭവങ്ങൾ ഇല്ലാതാകും. അതിനുള്ള വലിയൊരു ദൈവാനുഭവമാണ് ഈ നോമ്പ് കാലഘട്ടത്തിൽ ഞാൻ നേടിയെടുക്കേണ്ടത്. അതായത് തമ്പുരാൻ്റെ സ്നേഹത്തിലേക്കുള്ള ഒരു തിരിച്ചു നടക്കൽ, ആ സ്നേഹത്തെ ആഞ്ഞുപുൽകൽ. അങ്ങനെ തമ്പുരാനെ മാത്രം ഉൾക്കൊള്ളുവാൻ കുതിക്കുന്ന, ആ സ്നേഹത്തെ വാരി പുണരാൻ വെമ്പുന്ന ഒരു ഹൃദയം എന്നിലും രൂപപ്പെടും. ഇപ്രകാരമുള്ളൊരു നോമ്പുകാലം എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.